തരത്തില്ല. ഇതൊരു എന്താണ് വൈറ്റനിങ് ക്രീം അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരിക്കലും ഒരു പെർമനന്റ് വൈറ്റനിങ് ക്രീം ആയിട്ട് ആക്ട് ചെയ്യില്ല. ഇതൊരു വൈറ്റനിങ് എഫക്ട് നിങ്ങൾക്ക് സ്കിന്നിന് തരികയില്ല. ശരിക്കും ഇതൊരു മൈൽഡ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു മൈൽഡ് ഗ്ലോ നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ഗ്രാജുവലി അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നല്ല പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ കൊടുത്ത്, അതായത് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നമ്മുടെ സ്കിൻ കെയറിനകത്ത് എന്തൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ ഒരു സെറം ഉണ്ടാകും, ടോണർ ഉണ്ടാകാം, നല്ലൊരു ഫേസ് വാഷ് ഉണ്ടാകാം, സൺസ്ക്രീൻ ഉണ്ടാകാം, അതുപോലെ ഈ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കൂടെ വരുന്ന ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള എഫക്റ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ നല്ല രീതിക്ക് സ്കിന്നിനെ ഹെൽത്തി ആക്കി വെച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്ലോയിനെ നമുക്ക് കൊണ്ടുവന്ന് അതിനെ നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് സത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് വെച്ചിട്ട് നിങ്ങളുടെ സ്കിൻ അങ്ങോട്ട് വൈറ്റ് ആകും ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ആവില്ല. ഞാൻ ഒരുപാട് വ്ളോഗിലോ അല്ലെങ്കിൽ ഷോർട്ടിലൊക്കെ ഞാൻ കണ്ടു, ഇത് യൂസ് ചെയ്യുന്നു, നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകുന്നു, വൈറ്റൻ ആകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരിക്കലും ഇല്ല. നമ്മളിതൊരു പ്രോപ്പർ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്ത് ഗ്രാജുവലി മാത്രമാണ് നമുക്ക് ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതും ആ ചേഞ്ചസ് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹൈഡ്രേഷൻ വരുമ്പോൾ, അതായത് ഡീപ്പ് മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ ആ ഒരു ആ ഗ്ലോയോ അല്ലെങ്കിൽ ഒരു പ്ലംപ്നെസ്സോ നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കുന്നു. അതാണ് സത്യം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒറ്റയടിക്ക് ഈ സാധനം മേടിച്ചിട്ട് ഒരാഴ്ച തേച്ചു, ഒരു മാസം തേച്ചു, എന്റെ സ്കിന്നൊന്നും വെളുത്തില്ല, വൈറ്റ് ആയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ എന്റെ റിസൾട്ട്, എന്റെക്ക് എന്താണ് ഗുണം ഉണ്ടായതെന്ന് ഞാൻ പറയാമെന്ന്. ഞാനും അമ്മയും കൂടാണ് ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്റെ മാരേജ് ഒക്കെ വന്ന സമയത്ത് സ്കിൻ നല്ല രീതിയിൽ ഒന്ന് പ്രോപ്പർ സ്കിൻ കെയർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ സ്കിന്നിൽ ഇത് മോയ്സ്ചറൈസർ ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ ശരിക്കും എനിക്കൊരു 5-6 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. എനിക്ക് നല്ല എഫക്റ്റ് ആയി. നല്ല എഫക്റ്റ് എന്ന് വെച്ചാൽ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയി, നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും നമ്മുടെ സ്കിന്നിനെ. അതുകൊണ്ട് തന്നെ അതായത് എന്റെ സ്കിന്നിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് എന്റെ സ്കിൻ കെയറിൽ ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്റെ സൺസ്ക്രീൻ തന്നെ കുറച്ചൊരു മോയ്സ്ചറൈസർ ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ആക്ച്വലി എന്റെ ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുമായിരുന്നു ഇത്രയും കാലം. അപ്പൊ ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്തപ്പോൾ എന്റെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയി, ഫ്രഷ് ആയി, എന്റെ സ്കിന്നിനകത്ത് പ്രോപ്പർ സ്കിൻ കെയർ വന്നപ്പോൾ ഒന്ന് ബ്രൈറ്റൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ചെയ്യത്തില്ല. നമുക്കുള്ള സ്കിൻ കളർ ഒത്തിരി ഡിം ആയിട്ടോ അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടോ ഇരിക്കുവാണെങ്കിൽ അതിനെ ഒന്ന് ഈവൺ ഔട്ട് ആക്കി നല്ല രീതിയിൽ നല്ല പോലെ ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്